ഐ നോബഡി നിസാം ബഷീറിന്റെ മൂന്നാമത്തെ ചിത്രം. ഞാൻ അങ്ങനാണ് ഈ സിനിമ ഒരുപാട് പ്രതീക്ഷയോട് കാണുന്നത്. പൃഥ്വിരാജ് നായകനാണ്, നല്ല ഗംഭീര ട്രെയിലറാണ്. പൃഥ്വിരാജ്, പാർവതി ഒക്കെ അഭിനയിക്കുന്ന കുറേ താരങ്ങളുള്ള സിനിമയാണ്. മാത്രമല്ല ഇത് ആക്ഷൻ ഓറിയന്റഡ് സിനിമയാണ്. ഇന്ന് ഇതിന്റെ സെൻസറിങ് കഴിഞ്ഞു, UA സർട്ടിഫിക്കറ്റ് ആണ്. 2 മണിക്കൂർ 48 മിനിറ്റ് ആണ് ഡ്യൂറേഷൻ. കുറച്ച് ലെങ്തി അല്ലയോ എന്ന് ചോദിച്ചാൽ ലെങ്തി ആണ്, പക്ഷെ സിനിമ ഗംഭീരമാണെങ്കിൽ ലെങ്ത് ഒന്നും ഒരു പ്രശ്നമല്ലല്ലോ. 2 മണിക്കൂർ 50 മിനിറ്റ് എന്ന് പറയുന്നത്, ഈ 3 മണിക്കൂർ എന്ന് പറയുന്നത് നമുക്കൊരു പ്രശ്നമല്ല. സിനിമ നല്ല എൻഗേജിങ് ആയാൽ മതി. നമുക്കിതിനകത്ത് ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് നിസാം ബഷീർ എന്ന് പറയുന്ന സമയമാണ്. പൃഥ്വിരാജിൽ പ്രതീക്ഷയുണ്ട്, പാർവതിയിൽ പ്രതീക്ഷയുണ്ട്, അവർ അഭിനയിക്കും എന്നുള്ളത് സംശയം വേണ്ട. പക്ഷെ നിസാം ബഷീർ ഒരു ഗംഭീര സംവിധാനം നമുക്ക് തോന്നിയത് ആദ്യത്തെ പടം കെട്ടിയോളന്റെ മാലാക, അത് സംവിധാനം ചെയ്തപ്പം ആസിഫ് അലിക്ക് കിട്ടിയ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ്, വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടർ ആയിരുന്നു. സോളമൻ എന്നായിരുന്നു ആ ക്യാരക്ടറിന്റെ പേര് തോന്നുന്നു. എന്തായാലും അത് ഗംഭീര ക്യാരക്ടറായിരുന്നു, ഗംഭീര സിനിമയായിരുന്നു, നല്ല രസമായിട്ടൊരു സിനിമ. 2, ഒരു പരീക്ഷണ സിനിമയെ അതിഗംഭീരമായിട്ട് വിജയിപ്പിച്ചു എന്ന് എനിക്ക് തോന്നിയതാണ്. ഇപ്പൊ 100 കോടി ക്ലബിലൊന്നും വന്നു കാണത്തില്ല, പക്ഷെ റോഷാക്ക് ഒരു വെസ്റ്റേൺ സിനിമ എടുക്കുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. അത് വിജയിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അത് ഒരിക്കലും ഒരു പരാജിത്രമല്ല, ഒരു ഹിറ്റ് ചിത്രത്തിൽ വരുന്ന ചിത്രമാണ് റോഷാക്ക്. അത് സംവിധാനം ചെയ്തത് ഈ നിസാം ബഷീറാണ്. അന്നേരം ഓരോ രീതിയിലും ഓരോ ജോണർ പിടിച്ചു പുള്ളി പോകുന്നുണ്ട് നല്ല രീതിയിൽ. അതായത് ഐ നോബഡിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ആക്ഷൻ രീതിയിലുള്ള ഒരു ത്രില്ലർ പടം തന്നെയാണ്. അത് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ എത്രമാത്രം ഈ സിനിമയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്? കാരണം ഇത് ജൂലൈ 9 റിലീസാണ് വേൾഡ് വൈഡ്. രാവിലെ 10 മുതൽ ഷോകളൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങളുടെ എത്രമാത്രം പ്രതീക്ഷകളുണ്ടെന്ന് നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക.